ഇപ്പൊ സോഷ്യൽ മീഡിയ ഫുൾ നിങ്ങളാണ് വൈറൽ അല്ലേ? കാതോട് കാതോരം മീനും അർജുനും. ചീക്സിലൊരു കിസ്, നെറ്റിയിലൊരു കിസ്, കണ്ണിലൊരു കിസ്, പിന്നെ ലിപ് കിസ് ചെയ്യുന്ന പോലെ ഒരു സാധനം കാണിക്കും. ഈ സീൻ കണ്ടിട്ട് എന്നോട് ചോദിച്ചേടാ ആ രീതിയിലാണ് ചോദിച്ചത്. ഞങ്ങൾ അത്ര ഫ്രണ്ട്സ് അല്ലായിരുന്നു. അത് കേക്കട്ടെ. പറയാ അതിന് മുമ്പാണ് പറഞ്ഞു കഴിഞ്ഞോ? ഇല്ല ഇങ്ങനെയൊക്കെ പിടിച്ച് കുനിച്ച് പിടിച്ചിരിക്കും. അങ്ങനെയൊക്കെയാണ്. വേറെ സാധനം രാവിലേട്ടാ എനിക്ക് ഇഷ്ടമാണ് അല്ലെ, കല്യാണം കഴിക്കാൻ താല്പര്യം ആരെങ്കിലും മെസ്സേജ് അയക്കണം. അങ്ങനെ പറയാൻ പറ്റില്ല. ഏത് സീനാണെങ്കിലും നമുക്ക് അങ്ങനെ പറയാനുള്ള ഒരു ഫ്രീഡം ഉള്ള ഒരു ഡയറക്ടർ ആയതുകൊണ്ട് ഈ സീൻ ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആയിരുന്നു. ഇവനാണെങ്കിലും എനിക്ക് ഇങ്ങനെ ടച്ച് ചെയ്യാൻ അല്ലെങ്കിൽ അവനെ ടച്ച് ചെയ്യാൻ കംഫർട്ടബിൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫ്രണ്ട്സ് ആയതുകൊണ്ട് മാത്രമാണ്. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ഫണ്ണി ആയിട്ട് തോന്നിയ ഒരു കമന്റ് എന്താണ് നിങ്ങളുടെ ഈ ഒരു സീരീസ് ആയിരുന്നു ഇതെന്നുള്ളത്? അപ്പൊ അതിനകത്ത് വരുന്ന കമന്റ്സ് എന്ന് വെച്ചാൽ അത് നാക്കിൽ കടിച്ച അത് ഇഷ്ടപ്പെടുന്നവരുടെ കമന്റ്സ്, സ്ഥിരമായി കാണുന്നവരുടെ കമന്റ്സ് ആണ് അതിൽ വരുന്നത്. ഞങ്ങൾ ഭയങ്കര കൂട്ടാണ്. ലൊക്കേഷൻ ഞങ്ങളാണ് ഫ്രണ്ട്സ്. പിന്നെ ശില്പ എന്ന് പറഞ്ഞ കുട്ടി ഉണ്ടാവും. എന്റെ പൊന്നെ മതി. നിങ്ങൾ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത്? ഇഷ്ടം പോലെ. ഈ പെൺകുട്ടികൾക്ക് ഒരു റിപ്ലൈ കൊടുക്കാൻ കൃഷ്ണേന്ദ്രന് കൊടുക്കാനാണ് എന്തായിരിക്കും എന്തിനാ മെയിൻ ആയിട്ട് ഉടക്കുന്നത്? കൃഷ്ണേന്ദ്ര ആയിരിക്കും പിണങ്ങുന്നതല്ലേ? ഞാൻ ഇന്നലെ സാരി മേടിച്ചിട്ട് വലിയ വലിയ കഥയൊക്കെ പറഞ്ഞു തരും. സീൻ കഴിയട്ടെ. ആക്ടിങ് അല്ലേ? എപ്പോഴും ഞാൻ നല്ല ഫ്രണ്ട്ലി ആയപ്പോഴും ആശാൻ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. കൃഷ്ണേന്ദ്ര ഇപ്പഴാട്ടോ എല്ലാവരും എന്നോട് പറഞ്ഞില്ലല്ലോ. എന്തായാലും പെൺകുട്ടികൾ കുറെ പേര് രാഹുലിന് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇഷ്ടമാണെന്നൊക്കെ പറയട്ടെ. അപ്പൊ ഇവർക്കൊക്കെ എന്താ റിപ്ലൈ കൊടുക്കുന്നത്? ഹായ് ഹലോ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ സ്നേഹ. ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരുടെ വീടുകളിലൊക്കെ ഇപ്പം ഇങ്ങനെ റൊമാൻസും ഒക്കെ വാരി വിതറിക്കൊണ്ടിരിക്കുന്ന ഒരു സീരിയലുണ്ട്. മറ്റൊന്നുമല്ല, കാതോട് കാതോരം. അപ്പോൾ കുറേ നാളായിട്ട് നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയ നോക്കുമ്പോഴത്തേനും ഇങ്ങനെ ഫുൾ വൈറലാണ് കാതോട് കാതോരം. അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോഴത്തേനും എല്ലാവരുടെയും ഒരു റിക്വസ്റ്റാണ് നമുക്ക് മീനുവിനെ കാണണം, അർജുനെ കാണണം. അപ്പം ഞങ്ങൾ ആ മീനുവിനെ അർജുനെ ഇന്നിവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. കൃഷ്ണേന്ദു ഉണ്ണികൃഷ്ണൻ ആൻഡ് രാഹുൽ സുരേഷ്. നമസ്കാരം. എന്താണ് ഇപ്പൊ സോഷ്യൽ മീഡിയ ഫുൾ നിങ്ങളാണ് വൈറൽ അല്ലേ? കാതോട് കാതോരം മീനും അർജുനും ഫാൻസും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പൊ നമ്മുടെ ഈ ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരും അതേപോലെ ഇപ്പൊ അമ്മമാരെല്ലാം കാണുന്നത് നിങ്ങളുടെ ഈ ഒരു എന്താ പറയുക ഭയങ്കര റൊമാൻസും നിങ്ങളുടെ സ്നേഹമാണ്. ഇപ്പൊ എന്താണ് തോന്നുന്നത്? സന്തോഷമുണ്ട്. കാരണം ഇപ്പൊ ഇത് ആ ഒരു സീൻ വന്നേ പിന്നെയാണ് നമുക്ക് ആ ഒരു എക്സ്പോഷർ കിട്ടിയത്. അപ്പൊ എല്ലാവരിലേക്കും അത് എത്തി. ഒരു ടിപ്പിക്കൽ സീരിയൽ പ്രേക്ഷകരല്ലാതെ ഉള്ളവരിലേക്കും ആ ഒരു കണ്ടന്റ് എത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ കഴിഞ്ഞു. അതിനെ കൃഷ്ണേന്ന് പറയൂ അല്ലെ? ഏത് സീൻ? മൊത്തത്തില് സീരിയല് മൊത്തത്തില് ഇപ്പൊ ആ ഒരു പേര് ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി. അപ്പൊ ഇതുവരെ അറിയാത്ത ആൾക്കാരാണെങ്കിലും ഇത് ഏതാണെന്നൊരു ചോദ്യം വന്നു തുടങ്ങി. ഇതുവരെ അത് കാണാത്തവരും കണ്ടു തുടങ്ങി. അപ്പൊ നമുക്ക് ഹോട്ട്സ്റ്റാറിലാണെങ്കിൽ പോലും ഇപ്പൊ ഒരു അറൌണ്ട് 2 lakh അഡീഷണൽ വ്യൂവേഴ്സിനൊക്കെ കിട്ടി. അത് പറഞ്ഞാണ്. അങ്ങനെ അതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്. അതെ, ചിലപ്പോ ഈ എനിക്കൊന്നു നമ്മൾ ചെറുപ്പക്കാരൊക്കെ പണ്ടൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സീരിയലൊക്കെ വെച്ച് അമ്മമാരിക്കും പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് മാത്രമേ കാണാനുള്ളൂ, മറ്റേ സീരിയല് മാറ്റുന്നുണ്ടോ, ഞങ്ങൾക്ക് ക്രിക്കറ്റ് കാണണം, പരസ്യം കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവരൊക്കെ ഇപ്പം അമ്മ ആ സീരിയൽ വെച്ച് അല്ലേ? ഞാൻ അങ്ങനെ കുറെ ട്രോൾസ് ആണല്ലേ? അപ്പൊ അതൊക്കെ ഭയങ്കര നല്ല കണ്ടന്റ് ആട്ടോ, നല്ല ഫണ്ണി ആയിട്ടുള്ള കണ്ടന്റ് ആണ്. അപ്പൊ അതിൽ ഒരുപാട് ഇത് അവരിലേക്ക് കൂടി എത്തി, അവരെ അറിഞ്ഞു എന്നുള്ള കാര്യത്തില് ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ ആക്ച്വലി ആ ഒരു പെർട്ടിക്കുലർ സീനാണ്, ആ ഒരു ഫസ്റ്റ് നൈറ്റ് സീനാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പൊ ഈ ഇന്റർവ്യൂ കാണുന്നവരൊക്കെ ഏതിലൊക്കെ ചെറുപ്പക്കാരുണ്ടെങ്കിൽ ഞങ്ങൾ കാണാത്ത ഏത് സീൻ അല്ലെങ്കിൽ ഞങ്ങൾ കാണാത്ത ഏത് സീരിയൽ എന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ ഞാൻ വേണം ജസ്റ്റ് അവർക്ക് വേണ്ടി ആ വിഷ്വൽ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ട് ജസ്റ്റ് കാതോട് കാതോരം ഒന്ന് അടിച്ചു കൊടുത്തു തന്നെ ഇഷ്ടംപോലെ അല്ലേ, ഇഷ്ടംപോലെ വരും. അപ്പൊ ഞാൻ അവർക്ക് വേണ്ടി ഒന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ? ഇതാണ് അല്ലെ നമ്മുടെ ഒരു ഫസ്റ്റ് നൈറ്റ്സിന് ഇതല്ലേ? അതെ അതെ. കൃഷ്ണേന്ദ്ര മോഹത്തൊക്കെ ഇപ്പോഴേ ഒരു അല്ലേ റൊമാൻസ്.
നാളെ വരും. അതാണ് വരുന്നത്. നമ്മള് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മതി മതി. 10 പേര് നിന്നിട്ടാണല്ലോ ചുറ്റും നമ്മള് ചെയ്യുന്നത്. ആൾക്കാരുണ്ട്, ആ ഒരു 20 കുറെ പേര് ആൾക്കാരുണ്ട് നമ്മള് റൂമിൽ നിന്ന് എല്ലാരും നമ്മളെ തന്നെ സ്റ്റെയർ ചെയ്ത് എല്ലാരും ഇങ്ങനെ നോക്കി നിന്ന്. പിന്നെ ഈ ടിപ്പിക്കലി സീരിയലില് ഒരു ഇപ്പൊ മൂവിയല്ല, മൂവിയിലൊക്കെ എന്ന് പറഞ്ഞാൽ അതെല്ലാം യൂഷ്വൽ ആണല്ലോ, ആരും ഇതുപോലെ ഒരു ചർച്ചാ വിഷയമാവില്ല. ഇതൊരു മൂവിയിലായിരുന്നെങ്കിൽ ഇങ്ങനെ സീനെങ്കിൽ ഒരിക്കലും ഇതൊരു ചർച്ചാ വിഷയം ആവില്ല. ആവില്ല ആവില്ല. സീരിയലിലായതുകൊണ്ടാണ് ഇത് ആൾക്കാരിലേക്ക് എത്തിയതും അതൊരു ടോക്കിംഗ് ഒരു സാധനം വന്നത് അതുകൊണ്ടാണ്. കാരണം ടിപ്പിക്കൽ സീരിയലുകളിൽ എല്ലാം നമ്മളിപ്പോ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഒരു ഫസ്റ്റ് നൈറ്റ് സീൻ ആണെങ്കിൽ തന്നെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു, നോക്കിയിട്ട് എന്താ പറയാ, പിന്നെ എന്തെങ്കിലും ഫോക്കസ് ഔട്ട് ചെയ്ത് വേറെ എന്തെങ്കിലും ലൈറ്റ് ഓഫ് അങ്ങനെയാണ്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പക്ഷെ അറ്റ് ദ സെയിം ടൈം ഒരു വൾഗാരിറ്റി വരാത്ത രീതിയിൽ എന്ന് വെച്ചാൽ കുടുംബ പ്രേക്ഷകരാണ് ഒബ്വിയസ്ലി സീരിയൽ കാണുന്നത്. അപ്പൊ നമുക്ക് അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്, ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റില്ല. എല്ലാം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാം അതിൽ കാണിക്കാൻ പറ്റില്ല, അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ശ്രദ്ധിച്ച കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളല്ല, ഡയറക്ടറും ബാക്കി നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്തത്. അപ്പൊ അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച കാര്യം എന്ന് വെച്ചാൽ ഒരു വൾഗാരിറ്റി എന്ന് പറഞ്ഞൊരു പോർഷൻ അതിൽ വരരുതെന്ന് തീർച്ചയായിട്ടും വിചാരിച്ചായിരുന്നു. അപ്പൊ ഇതിലെന്ന് പറഞ്ഞാൽ ആകെ ചീക്സിലൊരു കിസ്, അതൊക്കെ സീരിയലുകളിലെല്ലാം നോർമലാണ്. ചീക്സിലൊരു കിസ്, നെറ്റിയിലൊരു കിസ്, കണ്ണിലൊരു കിസ്, പിന്നെ ലിപ് കിസ് ചെയ്യുന്ന പോലെ ഒരു സാധനം കാണിക്കുന്നു. മാസ്കായി വന്നിട്ട് അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഈ ചീക്സിലൊരു കിസ് എന്ന് പറഞ്ഞാൽ എല്ലാ സീരിയൽസിനും കാര്യങ്ങളും ഉള്ളതാണ്. അതാരും വലിയ കാര്യമാക്കല്ല, കാരണം അത് പല രീതിയിൽ അത് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ആ ഒരു മൂഡ്, ആ ഒരു ഫ്രെയിം വച്ചേക്കുന്ന അതിലാണ് വ്യത്യാസം വരുന്നത്. എന്ന് വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ ഒരു വന്ന അതിലൊരു തോന്നൂല, പക്ഷെ അത് വേറൊരു രീതിയിൽ ഇത് ചെയ്തു. സത്യം പറഞ്ഞ ഇതില് ആ കിസ് മാത്രമാണ് ഉള്ളൂ. പക്ഷെ അത് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് വിജയല്ലേ. ഞങ്ങളൊരു ഭാഗ്യം, എല്ലാവർക്കും തോന്നിയെങ്കിൽ അത് ഭാഗ്യം. പക്ഷെ അങ്ങനെ ആ ഒരു മൂഡും ആ ഒരു ഈ സോങ് സെലക്ഷനും ഞങ്ങൾ ഡയറക്ടർ തന്നെയാണ് സെലക്ട് ചെയ്തത്. അപ്പൊ അത് വലിയൊരു പോർഷനാണ്. ഈ മ്യൂസിക് എന്ന് പറഞ്ഞ സാധനം വലിയൊരു ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുമല്ലോ, അത് ഏത് സീനിലാണല്ലോ. വേറൊരു ബീജിയം അതിൽ വന്നേച്ചെങ്കിൽ ചിലപ്പോ ഒരു വേറൊരു എന്താ പറയാ, കുറച്ചും കൂടി ഒരു വേറൊരു ബീജിയം വരുന്നത് മേ ബി ഇതിലൊരു വൾഗാരിറ്റി വന്നേക്കാം. അപ്പൊ അങ്ങനെ മ്യൂസിക്, ഈ സോങ് സെലക്ഷൻ ഇത് പ്രൂവ് ചെയ്ത ഏറ്റവും അടിപൊളി നല്ലൊരു സോങ് ആണ്. അത് ഇതിൽ വന്നത് ഞങ്ങളുടെ ഭാഗ്യം. അപ്പൊ അങ്ങനെയാണ് ആ ഒരു സീനിന് ആ ഒരു ഇമ്പാക്ട് വന്നത്. ഇപ്പൊ നിങ്ങളാണെങ്കിലേ ആദ്യമൊക്കെ നമ്മൾ സീരിയൽ തുടങ്ങുമ്പോഴത്തേനും നിങ്ങൾ കുറച്ച് ഇഷ്ടപ്പെടാതൊക്കെ വന്നിട്ട് പിന്നെ ഈ ഫസ്റ്റ് നൈറ്റിന്റെ സീനൊക്കെ വരുമ്പോഴത്തേനെ ഈ ഒരു നമ്മളിത് വർക്കൗട്ട് ചെയ്തെടുക്കുമ്പോഴത്തേന് ഡയറക്ടർ ഓഫ് കോഴ്സ് പറഞ്ഞു തരും എന്തൊക്കെയാണ് ചെയ്യുന്നുള്ളത്. ഞാൻ പ്രത്യേകം ചോദിക്കാം, കാരണം നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു ഷൂട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കണമല്ലോ, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ. ഇതപ്പോൾ ആദ്യമായിട്ട് കേട്ടപ്പോഴത്തേന് നിങ്ങൾക്ക് ഓൾറെഡി അറിയത്തില്ലായിരിക്കും, ആ സമയത്തായിരിക്കും പറഞ്ഞു തരുന്നത് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ. ഇത് കേട്ടപ്പോഴത്തേന് വിചാരിച്ചോ ഈശ്വര ഇത്രയൊക്കെ. അതിന്റെ ഒരു മെയിൻ പോയിന്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഡയറക്ടർ മനോജ് ഗണേഷ് സാറ് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഭയങ്കര നമ്മുടെ ഒപ്പീനിയൻസും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നമ്മുടെ സജഷൻസ് അല്ലെങ്കിൽ ഒപ്പീനിയൻസ് നല്ലതാണെങ്കിൽ നമ്മൾക്ക് അങ്ങോട്ടേക്ക് സജഷൻസ് പറയാൻ പറ്റും. നല്ലതാണെങ്കിൽ സാർ അക്സെപ്റ്റ് ചെയ്യും, അത് നമ്മുടെ സീനിൽ കൊണ്ടുവരും ചെയ്യും. അപ്പൊ നമുക്ക് അത്രയും ഫ്രീഡം ഉള്ളൊരു ഡയറക്ടറാണ് അദ്ദേഹം. അപ്പൊ അതുകൊണ്ട് അത്രയും കംഫർട്ടബിൾ ആയിരുന്നു. സാറേ എന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറയുന്ന ഒരാളല്ല. നമുക്ക് തന്നെ സാറേ ഇതിന് പകരം ഞാൻ ഇങ്ങനെ ചെയ്താലോ, അത് ഈ സീൻ മാത്രമല്ല, എല്ലാ സീൻസിനാണെങ്കിലും നമ്മൾ സജഷൻ പറഞ്ഞു കഴിഞ്ഞാൽ സാർ അത് അക്സെപ്റ്റ് ചെയ്യും. സാർ നല്ലതാണെങ്കിൽ സാർ അത് എടുക്കും, അതേപോലെ ചെയ്യാൻ പറയും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ഏത് സീനാണെങ്കിലും നമുക്ക് അങ്ങനെ പറയാനുള്ള ഒരു ഫ്രീഡം ഉള്ള ഒരു ഡയറക്ടർ ആയതുകൊണ്ട് ഈ സീൻ ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ ഇപ്പൊ ചോദിച്ചില്ലേ തുടക്കം ഭയങ്കര ഒരു ഇതായിരുന്നു, പിന്നെ ഈ സീൻ പ്ലാൻ ചെയ്തപ്പോ എങ്ങനെയാന്ന് ചോദിച്ചില്ലേ, തുടക്കം ആക്ച്വലി സീരിയലിലും അല്ലാതെ ഞങ്ങൾ അത്ര ഫ്രണ്ട്സ് അല്ലായിരുന്നു. അതെ, അത് ആദ്യമായിട്ട് കാണുന്ന. അതെ, പക്ഷെ ആദ്യം എന്ന് പറഞ്ഞ ജോൺ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്, ചേട്ടനായിരുന്നു നായകനായിരുന്നു തുടക്കത്തിൽ. ഇപ്പൊ ഈ സ്റ്റോറി വൈസ് തന്നെ ചേട്ടന് ഒരു 50 എപ്പിസോഡ്സ് അങ്ങനെയായിരുന്നു. സ്റ്റോറി ലൈൻ അങ്ങനെയാണ്. ജോൺ ചേട്ടനാണ് എന്റെ ഇതിലൊരു മെന്റർ എന്ന് പറയാം. ഞാൻ വന്നപ്പോ പുള്ളി സീനിയർ ആയിട്ടുള്ള ആളായിരുന്നു. എന്നെ എല്ലാം കംഫർട്ടബിൾ ആക്കിയതും പഠിപ്പിച്ചൊക്കെ പുള്ളിയാണ്. അപ്പൊ അതിന്റെ ഒരു ജോൺ ചേട്ടാ. അപ്പൊ ജോൺ ചേട്ടന്റെ കൂടെ ആയിരുന്നു പേരായിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾ തമ്മിൽ അധികം ഒരു കോമ്പിനേഷൻ സീനോ കാര്യങ്ങളോ വരുന്നില്ല. അനിയനായിരുന്നു, അതായത് എന്റെ കാമുകന്റെ അനിയനായിരുന്നു. പോരാഞ്ഞിട്ട് അലമ്പുമായിരുന്നു ഞങ്ങള്, ഇഷ്ടമല്ലാത്ത രീതിയിൽ അങ്ങനെയായിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ പോലും പിന്നെ ഞങ്ങളാണെങ്കിലും ഞങ്ങൾ അത്ര പരിചയപ്പെട്ടില്ല. ഞാൻ വളരെ ടൈം എടുത്ത് ക്ലോസ് ആവുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഇവള് നേരെ തിരിച്ചാണ്, പെട്ടെന്ന് ഭയങ്കര ഫ്രണ്ട്ലി ആവുന്ന ആളാണ് ഞാൻ. പക്ഷെ ഒരാളെ കണ്ട് അളന്ന് മനസ്സിലാക്കി നമുക്ക് പറ്റുമെന്ന് അറിഞ്ഞ് നമുക്ക് അങ്ങനെ അത്രയും, അത് നല്ലതായിരിക്കും ചീത്തയായിരിക്കും, പക്ഷെ ഞാൻ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആ തുടക്കം ആ സമയത്തൊന്നും അത്ര സംസാരം പോലും അല്ല, അത്ര ഫ്രണ്ട്ലി അല്ലായിരുന്നു.
പിന്നെയാണ് ഈ ഒരു ഞങ്ങളുടെ പോർഷൻസ് ഒരുമിച്ച് ചെയ്യാനുള്ള വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങള് ഫ്രണ്ട്ലി അല്ലായിരുന്നതോടു കൂടി ഞങ്ങൾക്ക് അത് നന്നായിട്ട് ചെയ്യാൻ പറ്റി. തുടക്കത്തില് ചെറിയ ചെറിയ എന്ന് വെച്ചാൽ ഈ കോംബോ ആൾക്കാർ ശ്രദ്ധിക്കപ്പെട്ട് തുടങ്ങുന്ന കുറച്ച് സീൻസുകളുണ്ടായിരുന്നു. അപ്പോഴൊന്നും ഞങ്ങൾ അത്ര ഫ്രണ്ട്ലി അല്ല. പക്ഷെ അപ്പൊ പോലും ഞങ്ങൾക്ക് ഞാൻ കൃഷ്ണേന്ദുവിന്റെ കൂടെ കംഫർട്ടബിൾ ആയിരുന്നു സീൻസ് ചെയ്യാനായിട്ട്. അപ്പൊ ചില സമയത്ത് ഞങ്ങള് ചിലപ്പോ എന്തായാലും ചെറിയ കാര്യത്തിനൊക്കെ ശരിക്കും സീരിയലിലല്ല റിയൽ ലൈഫിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പിണങ്ങിയിട്ടുണ്ടായിരിക്കും. ഫ്രണ്ട്സിനെ പോലെ എല്ലാ ദിവസവും കാണുന്ന ആൾക്കാരാണ്. അപ്പൊ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യത്തിന് എന്തിനാ മെയിൻ ആയിട്ട് ഉടക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, കാരണം മിക്കവാറും കൃഷ്ണേന്ദുവായിരിക്കും പിണങ്ങുന്നതല്ലേ? ഉടക്കുന്നതിന്റെ മെയിൻ കാരണം ചില സീൻസ് ശ്രദ്ധയില്ലായ്മ, ശ്രദ്ധിക്കാതിരിക്കുക. അതെ 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 ഉള്ള കാര്യം അത്. അങ്ങനെ ശ്രദ്ധിക്കാണ്ടിരിക്കും. നമ്മളൊരു ഈ സീൻ നമുക്ക് ഇങ്ങനെ നമ്മള് പ്ലാൻ ചെയ്യണം. അപ്പൊ അത് പറഞ്ഞ് നമ്മൾ റിഹേഴ്സലും കഴിഞ്ഞ് ടേക്ക് വരുമ്പോഴേക്കും അത് ചെയ്യില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നമുക്കൊരു അങ്ങനെ ചെറിയ എന്തെങ്കിലും ഒക്കെ അപ്പൊ അങ്ങനെയൊക്കെ. പക്ഷെ എന്നാൽ പോലും അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ടത് ഇങ്ങനെ ചിരിച്ച് സന്തോഷിച്ച സീനായിരിക്കും. ഇങ്ങനെ മീനു എന്നൊക്കെ അങ്ങനെയുള്ള സീനായിരിക്കും. പക്ഷെ അത് ഈ ചെറിയ കാര്യങ്ങൾ അതിനകത്തേക്ക് ഒരു ഹിൻഡ്രൻസ് ആയിട്ട് വന്നിട്ടില്ല ഇതുവരെ. അപ്പൊ അത് ഭയങ്കര ആ ഒരു കംഫർട്ട്, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇതിലെ ഈ സീൻ ചെയ്യാനും ബാക്കി എല്ലാ സീൻ ചെയ്യാനും ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ആക്ടിങ് അല്ലേ? എന്റെ കൃഷ്ണേന്ദുനോട് ചോദിക്കട്ടെ, കാരണം ഇപ്പൊ പറഞ്ഞു ആള് കുറച്ച് ടൈം എടുത്തായിരിക്കും ക്ലോസ് ആവുന്നത്. ഇപ്പൊ കൃഷ്ണേന്ദും പെട്ടെന്ന് തന്നെ ആളുകൾക്ക് ക്ലോസ് ആയിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആകുന്നത്. വന്ന സമയത്ത് വിചാരിച്ചു എന്തൊരു ജാടയാണ് ചെറുക്കനെ എന്തൊക്കെ വിചാരിച്ചോ? നമ്മള് ഫസ്റ്റ് ആലപ്പിയിൽ വെച്ചിട്ടായിരുന്നു സ്ക്രീനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഫസ്റ്റ് ഡേ അവിടെ സ്ക്രീനിങ് എല്ലാം അവിടെ തന്നെയായിരുന്നു. സ്റ്റാർട്ടിങ്ങും അവിടെ, ഷൂട്ടൊക്കെ സ്റ്റാർട്ടിങ് അവിടെയായിരുന്നു. പിന്നെയാണ് നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് പോയത്. അപ്പൊ ആ സമയത്ത് എനിക്കങ്ങനെ ആൾക്കാരെ ഫസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ചിന്തിക്കാനുള്ള അത്ര ബോധമൊന്നുമില്ല. അവര് കറക്റ്റ്. അതായത് ഞാൻ ഇവനെപ്പോഴും പറയും, ഈ ആൾക്കാരുടെ സംസാരിക്കുമ്പോഴാണെങ്കിലും ഇത്ര പെട്ടെന്ന് അവര് പാവല്ല ചെങ്കിൽ ഇവൻ ഫുൾ അളന്ന് പറഞ്ഞ പോലെ അളന്നെടുത്ത് അവരെ ഫുള്ളും ഇതാക്കിയിട്ടാണ് അവൻ സംസാരിക്കുള്ള ആൾക്കാരുടെ അടുത്ത് ഫ്രണ്ട്ലി ആവുള്ളൂ. അപ്പൊ എനിക്കെന്ന് പറഞ്ഞാൽ നല്ലത് ഏതാണെന്നോ ചീത്ത ഏതാ അങ്ങനെയൊന്നും അത്രയ്ക്ക് ചിന്തിക്കാനുള്ള ലെവലല്ല. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടൊന്നുമില്ല. പ്രത്യേകിച്ച് അങ്ങനെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ എല്ലാരും പറയുന്ന ഒരു കാര്യമാണ്, എന്നെ കാണുമ്പോൾ തന്നെ കുറെ പേര് പറയും ഫസ്റ്റ് ചാടയാന്ന് വിചാരിക്കും. അങ്ങനെ ഞാൻ അങ്ങനെ വിചാരിക്കാറേ ഇല്ല. എല്ലാവരും വിചാരിക്കും നീ ഞാൻ ചാടയാന്ന് വിചാരിച്ചില്ല. എനിക്ക് അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഞാൻ ജാടയാണെന്ന് കുറച്ച് ജാട ആവാം എന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അല്ല, ഞാനത് എല്ലാവരുടെ അടുത്തും ഭയങ്കര ഓവറായിട്ട് ഫ്രണ്ട്ലി ആവുന്ന ഒരു ടൈപ്പാണത്. 8ന്റെ പടിയും കിട്ടാറുണ്ട്. അപ്പൊ ഫസ്റ്റ് കാണുമ്പോ തന്നെ ഞാൻ എല്ലാവരുടെ അടുത്തും വേണമെങ്കിൽ ഞാൻ എന്റെ എവിടെ ജനിച്ചതും എല്ലാ കുടുംബചരിത്രം വേണം പറയാം. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഇപ്പൊ പിന്നെ രാഹുൽ സുരേഷിന്റെ കുറച്ച് ഗൈഡൻസ് ഒക്കെ കൊണ്ട് ഞാൻ പിന്നെ ആൾക്കാരെ കാണുമ്പോ കുറച്ചൊക്കെ ആൾക്കാരെ പഠിക്കാനും ഇടപഴകുമ്പോ അല്ലേ അതൊക്കെ ഇതാക്കി തുടങ്ങി. അപ്പൊ ഇവനെ കണ്ടപ്പോ അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് ഞാൻ ഇവനെന്നല്ല എല്ലാവരുടെ അടുത്തും അങ്ങനെ തന്നെയാണ്. അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് ആടെയാന്നൊന്നും വിചാരിച്ചൊന്നുമില്ല. പക്ഷെ ഇവൻ എപ്പോഴും ഞാൻ നല്ല ഫ്രണ്ട്ലി ആയപ്പോഴും ആശാൻ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ അതുപോലും മനസ്സിലാക്കാൻ എനിക്ക് കുറച്ച് സമയം എടുത്തു. അവൻ അത്രയും അവ അങ്ങനെ നിന്നിട്ട് പോലും ഓക്കെ എന്റെ അടുത്ത് ഫ്രണ്ട്ലി ആണ് എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്റെ അടുത്ത് ഭയങ്കര ഫ്രണ്ട്സ് ആണെന്ന് വിചാരിച്ചിരിക്കണ്ടായിരുന്നു. ഇപ്പോഴാണ് നല്ല ഫ്രണ്ട്സ് ആയത്. ഈ ഒരു ഫ്യൂ മന്ത്സ് അടുത്തായിട്ടുള്ളൂ. അതിന് മുമ്പാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞ സീൻസ് ചെയ്യാനായിട്ട് അതൊരു നമ്മളിപ്പോ അത്ര വലിയ ഫ്രണ്ട്ലി അത്രയും തിക് ഫ്രണ്ട്സ് അല്ലെങ്കിൽ പോലും നമുക്കത് സീനിനെ ഒരിക്കലും ബാധിച്ചിരുന്നില്ല. സീൻസ് പറഞ്ഞത് സീൻസ് എന്ന് പറഞ്ഞത് വേറെ, പിന്നെ പേഴ്സണൽ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വേറെ അതായിരിക്കണം. ഈ പെർട്ടിക്കുലർ സീൻ എടുത്തപ്പോ ഒബ്വിയസ്ലി ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇതില് നല്ലതായിട്ട് ഹെൽപ്ഫുൾ ആയി. കാരണം ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് തന്നെ നമുക്ക് ഇതിന് ലിമിറ്റ് അറിയില്ല. നമുക്കിത് അതങ്ങനെ ഇത് ചെയ്യാമോ എന്നുള്ള ഹെസിറ്റേഷനോട് ചെയ്താൽ നമുക്കത് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ല. ഇതിലെല്ലാരും ഈ സീൻ കണ്ടിട്ട് എന്നോട് ചോദിച്ചു, എടാ നീ അഭിനയിക്കുകയായിരുന്നു, ആ രീതിയിലാണ് ചോദിച്ചത്. പക്ഷെ അത്രയും ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് ആ ഒരു കണക്ഷൻ എന്തായാലും വേണം. അല്ലാണ്ട് ഇപ്പൊ അത്ര ഒരു ഫ്രണ്ട്ലി അല്ലാത്ത ഒരാളാണെങ്കിൽ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ വരുമ്പോ ഹെസിറ്റേഷൻ ആയോ, ആ കുട്ടി എന്ത് വിചാരിക്കും, ഇങ്ങനെ നോക്കാവോ, ഇങ്ങനെ പിടിക്കാവോ, അങ്ങനെയൊക്കെ നമുക്ക് ചിന്ത വരും. ഇതെന്ന് പറയാൻ നമുക്ക് ആ ചിന്ത ഒന്നും തലയിലില്ല. ആ സീനിന് വേണ്ടിയിട്ട് അത് ചെയ്യാന്ന് മാത്രമേ ഉണ്ടായിരുന്നു. അത് വലിയൊരു അത് അത്രയും ഫ്രണ്ട്ലി ആയ കാരണം കൊണ്ട് മാത്രമാണ് അത് ചെയ്യാൻ പറ്റിയത്. മുമ്പായിരുന്നെങ്കിൽ മേ ബി ലൈക്ക് ഹിപ്പിലൊക്കെ പിടിക്കുന്നതോ അല്ലെങ്കിൽ ഇവിടെ ടച്ച് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് തോന്നുമല്ലോ, അയ്യോ ഞാൻ പിടിച്ചോട്ടെ തൊട്ടോട്ടെ അങ്ങനെയൊക്കെ കൺസെന്റ് എടുത്തിട്ട് ചെയ്യേണ്ടത്. ഇപ്പൊ ഇത് ഞങ്ങൾ അത്രയും ഫ്രണ്ട്ലി ആയ കാരണം അതിന്റെ ഒരു ഇപ്പൊ നമ്മൾ എങ്ങനെയൊക്കെ പിടിക്കുന്നതാണ്, അത് ഫ്രണ്ട്സ് ആയിട്ട് ഇതാക്കുന്നതാണ്. അപ്പൊ അതേപോലെ തന്നെ നമുക്കുള്ളൂ. അല്ലാതെ വേറെ ഒരു ചിന്ത അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമുക്കില്ല. അപ്പൊ ഇവനാണെങ്കിലും എനിക്ക് ഇങ്ങനെ ടച്ച് ചെയ്യാൻ അല്ലെങ്കിൽ അവനെ ടച്ച് ചെയ്യാൻ കംഫർട്ടബിൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫ്രണ്ട്സ് ആയതുകൊണ്ട് മാത്രമാണ്. ഇപ്പൊ
കഴിഞ്ഞ സീരിയലിലൊക്കെ ഇത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ള പോർഷൻസ് ഒന്നും ഇല്ലായിരുന്നു. സീരിയലിൽ അങ്ങനെ ചെയ്തു എന്ന് തന്നെ പറയാൻ പറ്റില്ല. കാരണം എനിക്ക് തോന്നുന്നു ഒരു 5 days 6 days ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ചെയ്ത് എന്താ ചെയ്യണേന്ന് പോലും അറിയാൻ മേലാത്ത ഒരു സിറ്റുവേഷനിലായിരുന്നു ഞാൻ ചെന്നു. അത് വൈൻഡപ്പ് ആവാറായിരുന്നു. ജസ്റ്റ് അത് സത്യം പറഞ്ഞാൽ കൂട്ടാനേ പറ്റില്ല. ഇതാണ് ഫസ്റ്റ് ഒരു പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതിലേക്ക് വന്നപ്പോഴത്തേക്കിനെ ഒരു ഫസ്റ്റ് റൊമാൻറ്റിക് ടച്ച് വരുമല്ലോ. ആദ്യമായിട്ടൊന്ന് ഒരു റൊമാൻറ്റിക് സീൻ ചെയ്യാൻ പോവാണ്, ഒരു റൊമാൻറ്റിക് ടച്ച് കൊടുക്കാൻ പോവാണെന്ന് പറയുമല്ലോ. ഇപ്പൊ നിങ്ങൾ തമ്മിലുള്ളൊരു കോമ്പിനേഷൻ ഇല്ലേ, അതേതായിരുന്നു? അത് ഈ ഫസ്റ്റ് നൈറ്റ് സീൻ തന്നെ. അങ്ങനെ സീൻ ആക്ച്വലി ഇതിനകത്ത് പറഞ്ഞാൽ വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് മുന്നോട്ട് പോയത്. അപ്പൊ തന്നെ നമുക്ക് ഫസ്റ്റ് ഒരു ടച്ച്, ഫസ്റ്റ് റൊമാൻറ്റിക് ടച്ച് അങ്ങനെ സംഭവം ഇല്ലായിരുന്നു. വളരെ കെയർഫുൾ ആയിട്ട് ഭയങ്കര ബിൽഡപ്പ് ചെയ്ത് വന്നൊരു സാധനമാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ഫസ്റ്റ് ഒരു സംഭവം എന്ന് പറഞ്ഞ സംഭവം ഇല്ല. ആക്ച്വലി ഫസ്റ്റ് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതാണ്. അല്ല, അതിനു മുമ്പ് നമ്മള് ഫസ്റ്റ് നൈറ്റ് പോലത്തെ സംഭവം ബീച്ച് പോകുമ്പോ ടച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഏട്ടന്റെ ഇത് എന്നുള്ളൊരു സംഭവമാണല്ലോ. പിന്നെ അതേപോലെ മീനു എന്ന് പറയുന്ന ക്യാരക്ടർ ആണെങ്കിൽ പോലും അങ്ങനെ ഒരു മൈൻഡ് സെറ്റേ ഇല്ലാത്ത ഒരാളാണ് ഇതില്. അതായത് കല്യാണം, വീട്ടുകാരൊക്കെ പറഞ്ഞ് കല്യാണം കഴിച്ചു അങ്ങനെ. പിന്നെ ഈ അർജുൻ എന്ന് പറയുന്ന ക്യാരക്ടർ എന്താ പറയാ, എക്സാം എഴുതാൻ പോകുമ്പോ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ നമുക്കൊരു ആ ഒരു ഇഷ്ടം പിന്നെ അങ്ങ് മാറിയിട്ടാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് അപ്പൊ ഈ പർട്ടിക്കുലർ സീനിന് മുമ്പ് ഈ രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിൽ അങ്ങനെ ഒന്നും എന്താ പറയാ, അങ്ങനെ ഒരു വേറൊരു ഉദ്ദേശത്തോടു കൂടി ടച്ച് ചെയ്തിട്ട് പോലും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു വന്നിട്ടില്ല. ഇതിന്റെ കമന്റ്സ് ഒക്കെ നിങ്ങൾ കാണാറുണ്ടോ? ഇൻസ്റ്റാഗ്രാമിലും എനിക്ക് ഏറ്റവും ഭയങ്കര നമ്മൾ സാധാരണ ഇപ്പോഴെന്ന് വെച്ചാൽ എല്ലാ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ആദ്യം നോക്കുന്ന കമന്റ് സെക്ഷൻ ആയിരിക്കും അല്ലെ. അതിലും കൂടുതൽ ഫണ്ടായിരിക്കും കമന്റ് സെക്ഷനിലേക്ക് വരുമ്പോഴത്തെ. കമന്റ് സെക്ഷനൊക്കെ മറ്റേ ബോയ്സ് ഒക്കെ പറയുന്നത്, ശേ ഈ സീരിയൽ കണ്ടുവന്നപ്പോഴാണ് ഞാൻ എന്റെ അമ്മയുടെ റിമോട്ട് വാങ്ങിച്ചു മാറ്റിയത്, ഞാൻ എന്തിനാണ് ചെയ്തത്. ഏറ്റവും സന്തോഷം തോന്നിയെന്ന് വെച്ചാൽ നെഗറ്റീവ് കമന്റ്സ് അല്ല വന്നത്. എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഉള്ള കമന്റ്സ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ചിരി വരുന്ന, അല്ലെങ്കിൽ നമ്മളെ എൻജോയ് ചെയ്യുന്ന തരത്തിലുള്ള കമന്റ്സ് ആണ് ഇതിന് കൂടുതൽ വന്നിട്ടുള്ളത്. കാരണം ഇപ്പൊ നമ്മള് യൂട്യൂബിൽ ഇതിന്റെ ക്ലിപ്സ് ഇടും, എല്ലാ സീരിയലിന്റെ ക്ലിപ്സ് ഇടും. അപ്പൊ അതിനകത്ത് വരുന്ന കമന്റ്സ് എന്ന് വെച്ചാൽ അത് നാക്കിൽ കടിച്ച അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അതിൽ കമന്റ്സ് ചെയ്യുന്നത്. ഓക്കെ, അത് ഇഷ്ടപ്പെടുന്നവരുടെ കമന്റ്സ്, സ്ഥിരമായി കാണുന്നവരുടെ കമന്റ്സ് ആണ് അതിൽ വരുന്നത്. പക്ഷെ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് വന്നപ്പോഴത്തേക്കും ഇതുവരെ ഇത് കാണാത്തവരും അങ്ങനെയുള്ള മിക്സ്ഡ് ആയിട്ടുള്ള കമന്റ്സ് ആണ് കണ്ടത്. പക്ഷെ അതെല്ലാം ഭയങ്കര പോസിറ്റീവ് അല്ലെങ്കിൽ എന്തൊരു ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള അങ്ങനത്തെ ഉള്ള കമന്റ്സ് ആയിരുന്നു. അല്ലാണ്ട് അങ്ങനെ ഇത് വന്നിട്ടില്ല, നെഗറ്റിവിറ്റി വന്നിട്ടില്ല. നല്ല സന്തോഷമുണ്ട്. നിങ്ങൾ അങ്ങനെ എൻജോയ് ചെയ്തത് ഒരു നിങ്ങൾ ഇവിടെ ലൊക്കേഷനിൽ ഇങ്ങനെ തന്നെയാണോ? ഫുൾ ടൈം ശരിയാണ്. ഞാനും കൃഷ്ണേന്ദും നവനീത് നമ്മുടെ അനിയനായിട്ട് ക്യാരക്ടർ ചെയ്യുന്നത്. ഞങ്ങൾ ഭയങ്കര കൂട്ടാണ്. ലൊക്കേഷൻ ഞങ്ങളാണ് ഫ്രണ്ട്സ്. പിന്നെ ശില്പ എന്ന് പറഞ്ഞ കുട്ടി ഉണ്ടാവും. ഞങ്ങളാണ് ഫുൾ ടൈം ഒരുമിച്ച്. ഇങ്ങനെയൊക്കെ തന്നെയാണ്. എങ്ങനെ ചിരി തുടങ്ങി നിങ്ങൾ ഈ സീൻസ് ഒക്കെ എങ്ങനെ ചെയ്യും? നിങ്ങൾ ഇങ്ങനെ റൊമാൻറ്റിക് സീൻസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിരി വരത്തില്ലേ? ഇല്ല, ആക്ച്വലി ആ സീൻ ചെയ്യുമ്പോഴേക്കും നമ്മള് പഴയ പോലെ ആ ഒരു ഇതില് നിക്കും, അത്രയ്ക്കും ഇതായിട്ട് നിക്കും. പിന്നെ ഇവിടെ ഇടയ്ക്ക് ഈ വേറെ എന്തെങ്കിലും ടോപ്പിക്സ് ഒക്കെ പറഞ്ഞുകൊണ്ട് വരുവാണെങ്കിൽ ഞാൻ രാഹുൽ സുരേഷ് ഞാൻ ഇന്നലെ സാരി മേടിച്ചിട്ട് പറഞ്ഞ വലിയ കഥയൊക്കെ പറഞ്ഞു വരും. ഇത് സീൻ കഴിയട്ടെ എന്ന് പറയാം. അങ്ങനെ അല്ല, ഞങ്ങൾ ഇതുവരെ എന്ന് വെച്ചാ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട് തുടക്കം, എന്റെ പൊന്നെ മതി. അല്ല, നമ്മൾ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ഇങ്ങനെ എന്തെങ്കിലും സീരിയസ് സീൻ ചെയ്യുവാണെങ്കിൽ, ഇപ്പൊ അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ട് സീൻ അല്ലെങ്കിൽ അങ്ങനെ സീൻ ചെയ്യുവാണെങ്കിൽ നോക്കി നിൽക്കുമ്പോഴേക്കും ചിരി വരുമോ അങ്ങനെ. ആക്ച്വലി ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അന്ന് വെച്ചാൽ ഞങ്ങള് ഒരിടയ്ക്ക് ഞങ്ങൾ കുറെ നാൾ മിണ്ടേ ഉണ്ടായിരുന്നില്ല. ശരിക്കും ലിറ്ററലി അതൊരു കുറച്ച് അവിടുത്തെ ഈ നമുക്ക് വന്നിട്ട് ഈ സെറ്റ് എങ്ങനെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരുന്നുള്ളൂ. അപ്പൊ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങള് വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ചെറിയ കാര്യങ്ങളാണ്. അപ്പൊ ഞങ്ങൾ സംസാരിക്കില്ലായിരുന്നു. പിന്നെ സംസാരിക്കേണ്ടിരുന്നു, പിന്നെ സംസാരിക്കാതെ ആയി. അപ്പൊ ഞങ്ങള് മുഖത്തോട് മുഖം പോലും നോക്കൂലായിരുന്നു. എന്ന് വെച്ചാൽ ഹെയ്റ്റ് അങ്ങനല്ല, ഞങ്ങൾ സംസാരിക്കുകയില്ല. ഒരു എന്തോ ഒരു തെറ്റിദ്ധാരണയായിരിക്കും മേ ബി. എനിക്ക് അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ടില്ല. നിസ്സാര കാര്യങ്ങളായതുകൊണ്ട് പിന്നെ അതിനെപ്പറ്റി നമ്മൾ അങ്ങനെ വെറീഡ് ആയിട്ട് ചിന്തിക്കാറില്ല. പക്ഷെ ഞങ്ങൾ സംസാരിക്കാറില്ല. അപ്പോഴാണ് ഞങ്ങളുടെ ഈ കല്യാണം കഴിക്കുന്ന സീരീസ് ആക്ച്വലി അപ്പോഴാണ് ഷൂട്ട് ചെയ്യുന്നത്. ശരിക്കും അതേപോലെ തന്നെയായിരുന്നു. സംസാരിക്കാറേ ഇല്ല, ഞങ്ങൾക്ക് ഫേസ് ടു ഫേസ് നോക്കാറില്ല. ഞങ്ങൾ തമ്മിൽ ഡയലോഗ്സ് പറയുമ്പോഴാണെങ്കിലും ആ സീൻ പറയുന്നല്ലാണ്ട് ഞങ്ങൾ ഫേസ് ടു ഫേസ് ഞങ്ങൾ ലിറ്ററലി സീരിയലല്ല അല്ലാതെ ഞങ്ങൾ നോക്കാറില്ല. അല്ല, അത് ഭയങ്കര കോമഡിയാണ്. നമ്മള് സീൻ എടുക്കുന്ന സമയത്ത് ഒരു കൈ കീറി പിടിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു.
ആ സമയത്ത് കൈ കയറി പിടിച്ചു കേട്ടോ. അപ്പൊ എന്റെ വളയം അവന്റെ കൈയിന്റെ മുകളിൽ കയറി ഇവൻ പിടിച്ചപ്പോ എനിക്ക് വേദനയ്ക്കും ചെയ്തു. ആ സമയത്ത് മിണ്ടില്ല. ഇവൻ കട്ട് പറഞ്ഞതിന് ശേഷം നമ്മള് ഫേസ് ടു ഫേസ് ആണ് രണ്ടുപേരും നിൽക്കുന്നത്. നിന്ന് കഴിഞ്ഞിട്ട് എനിക്കും കൈ വേദനിച്ചു. നോർമലി നമ്മള് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഈ ഒരു കൊളീഗ്സ് ആണ് വെച്ചാൽ അയ്യോ വേദനിച്ചു അങ്ങനെ അതൊന്നുമില്ല കേട്ടോ. പക്ഷെ എനിക്ക് വേദനിച്ചു എന്ന് അവൻ അറിയിക്കണം. ഇവിടെ വളം ഇട്ടിട്ട് എന്റെ കൈ പോയി. എനിക്കത് അറിയിക്കണം. പുള്ളിക്കാരി അറിയിക്കുകയും വേണമെന്ന് നേരിട്ട് പറയാം. എന്നിട്ട് ഈ പറഞ്ഞു കഴിഞ്ഞോ? ഇല്ല. അപ്പൊ ഇവൻ എന്നിട്ട് കൈയൊക്കെ കൊണ്ട് ഊതിയിട്ടൊക്കെ ആകാശത്തേക്ക് നോക്കിക്കണം. അപ്പൊ എനിക്ക് വേദനിച്ചു. ഞാൻ കൈയൊക്കെ ഇങ്ങനെ ഞാനും നിൽക്കുക. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ആ ടൈമിലത്തെ. പിന്നെ ആ ഒരു സമയത്ത് മാത്രമാണ് നമുക്ക് ചിരി, ഈ പറഞ്ഞ ചിരി അഫക്ട് ചെയ്തെന്ന് ചോദിച്ചില്ലേ, നമ്മൾ ഇങ്ങനെയാണെങ്കിൽ സീൻ എടുക്കുമ്പോ എങ്ങനെയായിരിക്കുന്നു ആ ഒറ്റ സീനില് മാത്രം. കാരണം ഞങ്ങള് ഫേസ് ടു ഫേസ് നോക്കാറില്ല. ഇപ്പൊ ഞാൻ സ്നേഹം ഇപ്പൊ നമ്മള് ഐ കോണ്ടാക്ട് ഉണ്ടെങ്കിലും നമുക്ക് ചിരിയേ വരാറില്ല. ഞങ്ങളിങ്ങനെ ഡെഡ് ലുക്ക് ആയിരുന്നു. സീനിലും അത് തന്നെയാണ് ആപ്റ്റ് ആയതുകൊണ്ട് അത് അഫക്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഒരു ദിവസം നോക്കിയപ്പോഴത്തേക്കും ചെറിയൊരു സ്മൈല് എവിടെയോ ഞങ്ങൾ രണ്ടുപേരും ആരെയും ചെറിയൊരു സ്മൈല് വന്നു. പിന്നെ അത് കണ്ടെയ്ൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. കാരണം അത് അത്ര രൂക്ഷമായിട്ട് ഫേസ് ടു ഫേസ് നോക്കുന്ന സീനായിരുന്നു. പക്ഷെ ഇത്രയും നാളും മിണ്ടാണ്ടിരുന്നവരുടെ ഒരു ബിൽഡപ്പ് വരുമ്പോണ്ടല്ലോ, ഇത്ര നാളും മിണ്ടാണ്ടിരുന്നിട്ട് ചെറിയൊരു ചിരി വരുമ്പോൾ അത് കണ്ടെയ്ൻ ചെയ്യാൻ കുറച്ച് പാടാണ്. അന്ന് ഞങ്ങള് മെയിൻ സീനിൽ കുറച്ച് കഷ്ടപ്പെട്ടു. അത് മാത്രമാണ് അങ്ങനെ ഒരു ഇതിൽ വന്നിട്ടുള്ളൂ. ബാക്കി ഈ ആ ഒരു ഫ്രീഡവും ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും സീൻസിൽ അഫക്ട് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അത് നല്ല രീതിയിൽ പ്ലസ് ആയിട്ട് വന്നിട്ടുള്ളൂ. പിന്നെ എങ്ങനെയാണ് നമ്മുടെ മീനും അർജുനും പഴയ ട്രാക്കിലേക്ക് അല്ലെങ്കിൽ ഇപ്പൊ ഉള്ള ട്രാക്കിലേക്ക് എത്തുന്നത്? മിണ്ടാതെ എപ്പോഴാണ് മിണ്ടി തുടങ്ങിയത്? അത് എക്സാം സീക്വൻസിന് ശേഷം. അതായത് മീനുവിന് ടീച്ചർ ആവാൻ ഒരു എക്സാം ഉണ്ടായിരുന്നു. അപ്പൊ ആ ടൈമില് കള്ളം വന്നിട്ട്, അതായത് മീനുവിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അങ്ങനെ എക്സാം ടീച്ചർ ആവണം അങ്ങനെ. അപ്പോ കല്യാണമൊക്കെ അതിനൊരു ബാധ്യതയാവും എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ആ സമയത്ത് അർജുൻ അതുവരെ നമ്മൾ വിചാരിച്ചിരുന്നത് കുറെ തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. നമ്മുടെ അതേ ലൈഫ് സ്റ്റോറി പോലെ തന്നെ. ശരിക്കുള്ളതിൽ നിങ്ങൾ എപ്പോഴാണ് മിണ്ടി തുടങ്ങിയെന്നാണ് ഞാൻ ചോദിച്ചത്. അതെങ്ങനെ മാറ്റി നിങ്ങളെ ആ ഞാൻ പറയാം. മാറ്റിയത് ഇപ്പൊ നമ്മുടെ സീൻസ് ഒരുമിച്ച് വന്നിട്ടുള്ള സീൻസ് വന്നോണ്ടിരിക്കും. അപ്പൊ ഒരു സീരിയൽ എന്ന് വെച്ചാൽ അതിലെ ആക്ടറും ആക്ട്രസിന്റെ ആ ഒരു ഇത് വർക്ക്ഔട്ട് ആവണം, എന്നാലാണ് അത് ആൾക്കാർക്ക് കാണാൻ ഇഷ്ടം ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം പ്രവീൺ കടക്കാവൂർ എന്ന് പറഞ്ഞ ഡയറക്ടറായിരുന്നു. അദ്ദേഹമാണ് കാര്യങ്ങളെല്ലാം എന്നെ തുടക്കം തൊട്ട് എനിക്ക് ഒരു ആക്ഷൻ പറയുമ്പോൾ ചെവിന്നൊരു ചൂട് പുക മാത്രം പോണ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. നമുക്കൊന്നും പറയാൻ പറ്റണ്ട. ഇപ്പൊ ഫസ്റ്റ് സീൻ ജോൺ ചേട്ടന്റെ കൂടെ ആയിരുന്നു ഫസ്റ്റ് സീൻ. അപ്പൊ എനിക്ക് ഇവിടെ ഒന്ന് നിൽക്കുവാണോ അത്ര ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ ഒരു സാധനം വരുള്ളൂ, ഒച്ച നമുക്ക് സൗണ്ട് വരാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് എന്തെങ്കിലും പറയാനുള്ള ഒരു ഇതിലേക്ക് പഠിപ്പിച്ചെന്ന് പ്രവീൺ സാറാണ് തുടക്കം ഉണ്ടായിരുന്നത്. എന്താ പറഞ്ഞത്, അപ്പൊ സാറാണ് പറഞ്ഞത് നമ്മുടെ ഒരു ഇത് വർക്ക്ഔട്ട് ആവണമെന്ന് പറഞ്ഞ്. അന്നേരം ഞങ്ങൾ തമ്മിൽ അധികം മിണ്ടില്ലായിരുന്നു. പിന്നെ നമ്മുടെ ഇതിലെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഉണ്ട്, സജി എന്നാണ് പേര്, സജിയേട്ടൻ. നമുക്ക് എല്ലാവർക്കും ഒരു ചേട്ടനെ പോലെയാണ്. അപ്പൊ അദ്ദേഹമാണ് ഞങ്ങളെ വിളിച്ചിരുത്തി പറഞ്ഞത്, മക്കളെ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കേണ്ടൊന്നിട്ട് കാര്യമില്ല. അല്ലത് ആക്ച്വലി നമ്മളെ ആക്ടിങ്ങിൽ ബാധിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാ പോലും പക്ഷെ എനിക്ക് അത് മെന്റലി ഭയങ്കര വിഷമം ഉണ്ടാക്കാറുണ്ടായിരുന്നു മിണ്ടാതിരിക്കുന്ന സംഭവം. ഞാൻ ആ ലൊക്കേഷനിലെ സംഭവങ്ങൾ കാണിക്കില്ല വെച്ചെങ്കിൽ പോലും ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞ വെച്ചാൽ മിണ്ടുന്നില്ല, നല്ല വിഷമം ഉണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ ആ ചേട്ടന്റെ അടുത്തൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ആള് അത് വിചാരിച്ചു മേ ബി അത് നമ്മുടെ സീരിയലിനും കൂടി ബാധിക്കും അങ്ങനെയുള്ള ഒരു ഇതുണ്ട്. പക്ഷെ അത് ബാധിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ആൾക്കും എല്ലാവർക്കും ഉണ്ടായിരുന്നു, ഒരു ഹീറോ ആൻഡ് ഹീറോയിൻ ആണല്ലോ, അവര് ഇത്ര കാലം മിണ്ടാതിരിക്കും. ഒരു ബേസിക് കമ്മ്യൂണിക്കേഷൻ വേണം രണ്ടുപേരും തമ്മിൽ. കാരണം അതിപ്പോ ഏത് സീൻ എടുക്കുവാണെങ്കിലും പറഞ്ഞു തന്നത് മാത്രം കേട്ട് ചെയ്യാനല്ലാണ്ട് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ സീൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്താലൊന്നും പറയണമെങ്കിൽ ഒരു ബേസിക് ഒരു കമ്മ്യൂണിക്കേഷൻ വേണം. അപ്പൊ അദ്ദേഹം സജേട്ടനാണ് നമ്മളെ പറഞ്ഞ് വിളിച്ചിരുത്തി മിണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് ഞങ്ങളെ തിരിച്ചൊരു ടോക്കിംഗ് സ്റ്റേജിലേക്ക് പഴയ ട്രാക്കിലേക്ക് എത്തിച്ചത്. നിങ്ങൾ നമ്മൾ മുമ്പ് കമന്റിന്റെ കാര്യം സംസാരിച്ചല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ഫണ്ണി ആയിട്ട് തോന്നിയ ഒരു കമന്റ് എന്താണ്? നിങ്ങളുടെ ഈ ഒരു സീരീസ് ആണ്, സീരീസ് ആയിരുന്നു ഇതെന്നുള്ളത്. അതിനെക്കാട്ടിലൊക്കെ സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ. അല്ല, അത് സംഭവം ഫണ്ണി ആയിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കുറെ ഫ്രണ്ട്സ് ആണെങ്കിൽ എല്ലാരും വിചാരിക്കണം അത് നമ്മൾ ഭയങ്കര വിഷമമായി, നമുക്കത് ഭയങ്കര നെഗറ്റീവ് ആയി എന്നൊക്കെയാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ നമുക്കൊന്നുമില്ല, നമ്മളത് ജസ്റ്റ് ഒരു കമന്റ് ആ രീതിക്ക് വായിച്ചു അത്രേ ഉള്ളൂ. ഇല്ല, സത്യം പറഞ്ഞ എന്റെ സർക്കിൾ അങ്ങനെ സാധനം വന്നിട്ടില്ല. ഏറ്റവും ഫണ്ണി ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കമന്റ് എന്ന് വെച്ചാൽ
ഒരു കമന്റ് കണ്ടു, ഈ സീരിയൽ എത്ര മണിക്കെന്ന് പറയാമോ, അമ്മ ചോദിക്കാൻ പറഞ്ഞിട്ടാന്ന് പറഞ്ഞ ഒരാളുടെ കമന്റ്. എനിക്ക് വേണ്ടിയല്ലോ. അങ്ങനെയായിട്ടുള്ള നല്ല ഭയങ്കര രസമായിട്ടുള്ള കമന്റ്സ് ഒക്കെ. അതെ അതെ, ഞാനും കൊറേ കണ്ടിരുന്നു. അത് മുമ്പേ പറഞ്ഞ പോലെ ആ സമയത്താണോ ഞാൻ റിമോട്ട് എടുത്ത് അതെ മാറ്റിയത്, ഞാൻ തെറ്റ് ചെയ്തു എന്നുള്ള രീതി. അതേപോലെ ഹോട്ട്സ്റ്റാറിനൊക്കെ ഇത്രയും ഒരു അക്സെപ്റ്റൻസ് കിട്ടുന്നത് കാരണം അവർ പോയി ഫാമിലിക്കൊപ്പം കാണാൻ പറ്റത്തില്ല, ഹോട്ട്സ്റ്റാർ ഡൗൺലോഡ് ഹോട്ട്സ്റ്റാർ ഉള്ളത് നന്നായി. അതെ, ഹോട്ട്സ്റ്റാർ ഉള്ളത് നന്നായി അവിടെ കാണാൻ. ഞാൻ നോക്കുമ്പോ പണ്ടൊന്നും ഹോട്ട്സ്റ്റാർ എന്ന് ചോദിച്ചാൽ ഇപ്പൊ എന്റെ ഫ്രണ്ട്സിന് ഉൾപ്പെടെ ഒന്നും ചോദിച്ചാൽ അറിയത്തില്ലേ, ഇപ്പൊ എല്ലാ ബോയ്സിന്റെ ഫോണിലും ഹോട്ട്സ്റ്റാർ ഉണ്ട്. ചോദിക്കും പറയും മറ്റേ ക്രിക്കറ്റ് കാണാനാണെന്ന് പറയും. സത്യം പറഞ്ഞാൽ സീരിയല് കാണാൻ തന്നെ ആയിരിക്കും. മോസ്റ്റ് ഇറിറ്റേറ്റഡ് ഒരു കമന്റ് ഞാൻ ചോദിച്ചാൽ എന്ന് പറയും. ടു ബി ഓണസ്റ്റ് അങ്ങനെ ഇറിറ്റേറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ എന്ത് ചെയ്താലും അതിലൊരു എന്തെങ്കിലും നെഗറ്റീവ് കാണുന്ന കമന്റ്സും കാര്യങ്ങളും ഉണ്ടാവും. സത്യം പറഞ്ഞാൽ ഞാൻ നോക്കിയിട്ടേ ഇല്ല, അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. നമ്മളത് എടുക്കാറില്ല. പക്ഷെ മെജോറിറ്റി 99% ഇതുപോലത്തെ ഫണ്ണി ആയിട്ടുള്ള ആരും നമ്മളെ ഇവനെ ഹേർട്ട് ചെയ്യണം അല്ല ഇവരെ ഹേർട്ട് ചെയ്യണം എന്ന് പറഞ്ഞുള്ള കമന്റ് ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല. അതിലൊരു സന്തോഷം ഉണ്ട് കേട്ടോ ആക്ച്വലി. അത് ഫാൻസ് ഉള്ളത് കൊണ്ടായിരിക്കും. നിങ്ങൾ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത്? നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ടോ? അർജുന എടുത്തോളാം ആണോ? എന്നാലും കൃഷ്ണേന്ദു പറ. കൃഷ്ണേന്ദുവിനാണോ രാഹുൽ സുരേഷിനാണോ ഇഷ്ടംപോലെ അല്ലേ കേരളത്തിലെ പെൺകുട്ടികളുടെ ഒക്കെ അല്ലേ? ക്യാരക്ടറിനെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇങ്ങനെ മെസ്സേജുകളൊക്കെ ഒരുപാട് വരാറുണ്ടോ? ഇഷ്ടം പോലെ. കൃഷ്ണേന്ദു നോക്കാറുണ്ടോ? ഐ മീൻ എടാ കാണിക്കണ മെസ്സേജ് ഒക്കെ. മെസ്സേജ് ഒന്നും ഞാൻ നോക്കാറില്ല. പക്ഷെ ഇപ്പൊ ഈ വരുന്ന വഴിക്ക് പോലെ ഏതൊരു ചേച്ചി ഒരു വോയിസ് ഉണ്ടായിരുന്നു, അതില് റൊമാൻസ് ചെയ്യുന്ന ഹീറോ പയ്യനെ പറ. ആരെങ്കിലും മറ്റേ പെൺകുട്ടികളൊക്കെ മെസ്സേജ് അയക്കാറുണ്ടോ? ചേട്ടനെ കാണണം ഇഷ്ടാണെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കാറുണ്ട്. ഇടയ്ക്കൊക്കെ വരാറുണ്ടെന്ന്. അപ്പൊ ഇവർക്കൊക്കെ എന്താ റിപ്ലൈ കൊടുക്കുന്നത്? അല്ല നല്ല നമുക്കെല്ലാം ഗ്രേറ്റ്ഫുൾ ആണ്. ഇങ്ങനെ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. അതിപ്പോ ഒരു മെസ്സേജ് ആയിക്കോട്ടെ 2 മെസ്സേജ് ആയിക്കോട്ടെ എത്രയാണെങ്കിലും അവർക്കത് ആ ക്യാരക്ടർ ഇഷ്ടപ്പെടുക, അവരത് നമുക്കത് അറിയിക്കാൻ വേണ്ടി മെസ്സേജ് അയക്കാന്ന് പറഞ്ഞാൽ അത്രയും ഭയങ്കര ഗ്രേറ്റ്ഫുൾ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. എന്നാലും പ്രണയമൊക്കെ പറഞ്ഞ ഓഫ്കോഴ്സ് അയക്കും, എനിക്ക് ഉറപ്പാണ് അല്ലേ? ഇല്ലേ രാഹുലേട്ടാ എനിക്ക് ഇഷ്ടമാണ് അല്ലെ, കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും മെസ്സേജ് അയക്കാറുണ്ട്? അങ്ങനെ കല്യാണം എന്നാലും പ്രണയിക്കാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടേക്കും. അതൊക്കെ ഉണ്ട്. കൃഷ്ണേന്ന് ഇപ്പഴാട്ടോ എല്ലാരും എന്നോട് പറഞ്ഞില്ലല്ലോ അത്. അപ്പൊ എന്താ റിപ്ലൈ കൊടുക്കുന്നേ മോളെ എന്നൊക്കെ പറഞ്ഞു എന്തെങ്കിലും ഉപദേശിച്ചു? റിപ്ലൈ കൊടുക്കണ്ടാവില്ല. എല്ലാം നന്ദി മാത്രം. കൃഷ്ണേന്ദ്രൻ വരാറുണ്ടോ? മെസ്സേജ് ഒന്നും അങ്ങനെ വരാറില്ലേ? ഞാൻ കുറെ മെസ്സേജ് നോക്കാറില്ല. മെസ്സേജ് ഇൻസ്റ്റാഗ്രാമില് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാമാണ്. അപ്പൊ അതില് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാരക്ടറിനൊക്കെയാണ് അവർ ഇഷ്ടപ്പെടുന്നത്. പിന്നെ എനിക്കും യൂട്യൂബ് ചാനൽ സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ടിട്ടാണ് ആൾക്കാർ മെസ്സേജ് അയക്കുന്നത്. റീൽസ് അങ്ങനെ സംഭവങ്ങള് എന്താ എന്റെ പറയാൻ സംസാരിച്ചില്ല, ഒരു അവസരം തരൂ. അതെ ഓക്കെ. അപ്പൊ അങ്ങനെ പ്രൊപ്പോസ് എന്നാ ഇപ്പൊ അടുത്ത് കുറച്ച് പ്രൊപ്പോസ് ഒരാളെങ്ങാനുണ്ടെന്ന് തോന്നുന്നുണ്ട്. ആണല്ലേ? ഇപ്പൊ അങ്ങനെ പ്രൊപ്പോസൽ എന്നുള്ള രീതിക്കൊന്നുമില്ല. ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് എനിക്ക് കുറെ പ്രൊപ്പോസൽസ്. എനിക്ക് അങ്ങനെയൊന്നും വരാറൊന്നുമില്ല. പഠിക്കുന്ന സമയത്ത് അന്ന് ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ആരെങ്ങനെ പ്രൊപ്പോസ് ഒന്നും ചെയ്യാറില്ല. ഇപ്പം നിങ്ങളായിരിക്കുമല്ലോ കൂടുതൽ എപ്പോഴും ക്ലോസ് ആയിട്ട് നിൽക്കുന്നവര്. അപ്പൊ ഈ എന്തായാലും പെൺകുട്ടികൾ കുറെ പേര് രാഹുലിന് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ കൃഷ്ണേന്ദ്രൻ അവസരം തരുവാണ് ഈ പെൺകുട്ടികൾക്ക് ഒരു റിപ്ലൈ കൊടുക്കാൻ. കൃഷ്ണേന്ദ്രൻ കൊടുക്കാനാണ് എന്തായിരിക്കും അതെന്താ അങ്ങനെ പറയാൻ കാരണം? ലൈഫിൽ റൊമാൻറ്റിക് അല്ല. അല്ല പറഞ്ഞോ, കുഴപ്പമില്ല. രാഹുൽ അന്ന് നല്ല ആളല്ലേ? നല്ലതൊക്കെയാണ്. പക്ഷെ രാഹുലിന്റെ ശരിക്കുള്ള സ്വഭാവം കേട്ടോ രാഹുൽ? അറിയാത്ത ആക്ടിങ് അല്ലേ? ത്രഷോളിൽ എത്തിക്കഴിഞ്ഞാൽ ഏത് മനുഷ്യനാണെങ്കിലും ഇങ്ങനെ ഭയങ്കര ടോക്കേറ്റീവ് ആണ് കൃഷ്ണൻ. അപ്പൊ ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ വന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരുന്നു കുറെ നേരം കഴിയുമ്പോഴേക്കും നമുക്കൊരു ലിസണിങ് കപ്പാസിറ്റി ഉണ്ട് ഏതൊരു ഹ്യൂമൻ ബീനും. ആ കപ്പാസിറ്റിക്ക് മുകളിലാവുന്നെങ്കിൽ ഞാൻ കുറച്ചൊന്നും മിണ്ടാണ്ടിരിക്കുക. ഞാൻ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാ പറയണത്. കൃഷ്ണൻ സോഫ്റ്റ് ഒന്നുമല്ല ഇവൻ ആക്ച്വലി ഒന്നല്ല പറയുന്നത്. അല്ല പറഞ്ഞോ, കുഴപ്പമില്ല. അല്ല രാഹുൽ നോക്കിട്ട് പറഞ്ഞു. അങ്ങനെയൊന്നുമല്ല. ആക്ച്വലി എല്ലാവരുടെയും വിചാരം നമ്മള് കപ്പിളാണ്, അതാണ് ഭയങ്കര റൊമാൻസ് ആണ്, ലവ് ആണ്.
മോള് മോള് പറഞ്ഞോളൂ. പറഞ്ഞു. അങ്ങനെയായിരുന്നു. അങ്ങനെയാണ് വിചാരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ തമ്മിലുള്ള ഒരു എടാപ്പൊട്ട ബന്ധാണെന്ന് ആർക്കും ശരിക്കും അറിയില്ല. ഞാനും നവനീത് നമ്മുടെ അനിയനായിട്ട് ഞങ്ങൾ രണ്ടുപേരും ആക്ച്വലി കൃഷ്ണേന്ദു ഉണ്ണികൃഷ്ണനെ ഒരു പെൺകുട്ടിയായിട്ടേ കണ്ടിട്ടില്ല. ഞങ്ങൾ സെറ്റില് ഞങ്ങളുടെ കൂടെ ഉള്ള ഒരു കൂട്ടുകാരനായിട്ടാണ് ഞങ്ങൾ ആകെ സീൻ എടുക്കുമ്പോ ആ മീനുവിന്റെ വേഷം ഇട്ട് വരുമ്പോ സീൻ തുടങ്ങുമ്പോൾ മാത്രമാണ് ഞാൻ ആ ഒരു ഇത് നമുക്ക് അതിന് വേണ്ടി ആ ക്യാരക്ടറിനെ കാണുള്ളൂ. അതുവരെ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഒരു ആ ഒരു രീതി നമ്മുടെ ഒരു കൂട്ടുകാരൻ എന്ന രീതിയിലാണ് ഒരു പെൺകുട്ടിയെ ട്രീറ്റ് ചെയ്യണോ ഞങ്ങൾ ട്രീറ്റ് ചെയ്തിട്ടേ ഇല്ല. അതെ, ഞങ്ങൾ ഇടയ്ക്ക് മറ്റേ വിഷമമുണ്ട്. ഇങ്ങനെയൊക്കെ പിടിച്ച് തൂക്കിയൊക്കെ എടുത്ത് മാറ്റിയൊക്കെ വയ്ക്കും. നമ്മളിപ്പോ ഒരു കൂട്ടുകാരനുണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പിടിച്ച് കുനിച്ച് പിടിച്ചിടിക്കും. അങ്ങനെയൊക്കെയാണ്. കുഞ്ചു പിടിച്ച് ഇരിക്കാറുണ്ട്. അല്ല എന്താ വെച്ചാൽ നമ്മളിപ്പോ കൂട്ടുകാരനാണെങ്കിൽ അതാണ് കൂട്ടുകാരനെ ട്രീറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണോ അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞത് ഫിസിക്കൽ അബ്യൂസ് എന്ന് പറഞ്ഞ വേറെ സാധനം തെറ്റിദ്ധരിക്കപ്പെടും. അല്ല ആ നടി ആ നടൻ ചെയ്തത് അടുത്ത സാധനമൊക്കെ വരും. കൃഷ്ണേന്ദുവിനെ കൊഞ്ചി ഇടിക്കാന്നൊക്കെ പറഞ്ഞു അതൊക്കെ അങ്ങനെയല്ല, ഒരു ഫ്രണ്ട്ലി രീതിയിൽ കേട്ടോ, അതൊക്കെ എടുത്ത് പറയണം നമ്മള്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും കൃഷ്ണേന്ദുവിനെ ട്രീറ്റ് ചെയ്യാറ്. ഇവർക്കും അതാണ് ഇഷ്ടം എന്നാണ് വിചാരിക്കുന്നത്. അല്ലാണ്ട് ഇപ്പൊ അല്ലേ? അതെ. നിങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും റൊമാൻറ്റിക് സീൻസ് ഒക്കെ വരുമ്പോഴേ ഡയറക്ടർ ഓഫ് കോഴ്സ് ഡിസ്ക്രിപ്ഷൻ തരും, എങ്കിൽ പോലും നിങ്ങൾ അങ്ങോട്ട് പരസ്പരം ചെയ്യുമല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം, അപ്പൊ അങ്ങനെ ടിപ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാറുണ്ടോ? അത് സംസാരിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ ഒരു ബ്ലെസ്സിങ് അല്ലെങ്കിൽ ഒരു കോയിൻസിഡൻസ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ക്ലോസ് എടുക്കുന്ന ടൈമില് ക്യാമറയും അപ്പുറത്തെ ആള് നിൽക്കുന്നത് ഉണ്ടായിരിക്കില്ല, ക്യാമറ മാത്രമായിരിക്കും. ഇപ്പൊ ഫസ്റ്റ് ഞാനാണ് എടുത്തു വെക്കുന്നത് അല്ലെങ്കിൽ ഇവന്റെയാണ് എടുത്തു വെച്ചെങ്കിൽ എക്സ്പ്രഷൻ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. മേ ബി നമ്മൾ അവിടെ എന്തെങ്കിലും ഒരു എക്സ്പ്രഷനാണ് ഇട്ടെങ്കിൽ അത് ഒരു കുറേ പ്രാവശ്യം നമുക്ക് അങ്ങനെ ആ സെയിം അതിന്റെ എന്താണോ തിരിച്ച് റിയാക്ട് ചെയ്യേണ്ടത് അവൻ അവിടെ ചെയ്തിട്ടുണ്ടാവില്ല, ഞാൻ കണ്ടിട്ടുണ്ടാവില്ല അവൻ ചെയ്ത എക്സ്പ്രഷൻ എന്താ. ചിലപ്പോൾ അവൻ അവിടെ എന്താന്നുള്ളൊരു എക്സ്പ്രഷൻ ഇട്ടെങ്കിൽ മേ ബി അതിന്റെ അതേ റിയാക്ഷൻ ഞാൻ അപ്പുറത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതൊരു കോയിൻസിഡൻസ് ആയിട്ട് ഇടയ്ക്ക് വരുന്നതാണ്. അങ്ങനെ കുറെ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്തെങ്കിലും തന്നിട്ട് പോവാണ് ഒരു സീനാണെങ്കിൽ ഇവിടെ ലാസ്റ്റ് ക്ലോസ് ആയിരിക്കും എടുക്കുന്നത്, അപ്പൊ നമ്മളത് കാണുന്നില്ലായിരിക്കും. മേ ബി ഇവിടെ ലാസ്റ്റ് പോവാട്ടോ ചെറിയൊരു സെറ്റിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ തലയാട്ടുമ്പോഴത്തേക്കും പോവാന്നുള്ള രീതിയിൽ തലയാട്ടും ഞാൻ കാണുന്നില്ല അത്. അപ്പൊ ഞാൻ എടുക്കുമ്പോഴത്തേക്കും അത് അങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഞാനും ഓക്കെ എന്നുള്ള രീതിയിൽ ചെയ്ത് പറയും. പക്ഷെ സീൻ വരുമ്പോഴേക്കും കമ്പൈൻഡ് ആയിട്ട് വരുമ്പോഴത്തേക്കും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഈ പറയുന്ന രീതിയിൽ ഈ ക്യാരക്ടേഴ്സിനെ ഇഷ്ടപ്പെടാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോർമലി ഡയറക്റ്റ് ഉള്ള ക്ലോസ് ആയിട്ടുള്ള സീനുകൾ വരുന്നു, അപ്പം പറയല്ലേ നീ അങ്ങനെ ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യാം. അങ്ങനെ കൃഷ്ണേന്ദു രാഹുലിന് കൊടുത്തുള്ള ടിപ്സ് എന്തൊക്കെയാണ്? ഇഷ്ടം പോലെ ഉണ്ട്. കാരണം അത് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഡിസ്കസ് ചെയ്യാം. നമുക്ക് അതായത് സീൻസ് വരുമ്പോൾ ഇപ്പൊ സാറിന്റെ അടുത്താണെങ്കിലും നമ്മൾ പറയുമല്ലോ, അപ്പൊ നമ്മൾ ഇപ്പൊ ഈ അടുത്ത് ഇങ്ങനെ ഓടി വന്നിട്ട് പിടിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അതായത് ഒരു ഡൈനിങ് ടേബിളിന്റെ 2 സൈഡ്സിൽ നിന്നിട്ട് അപ്പൊ അവൻ ഇങ്ങോട്ട് ഓടുമ്പോ ഞാൻ അങ്ങോട്ട് ഓടുന്നു. അപ്പൊ അങ്ങനെ കിസ് ചെയ്യാൻ വരുമ്പോ അപ്പോ സാറ് പറഞ്ഞ കിസ് ചെയ്യാൻ വരുമ്പോ അവനെ തള്ളി മാറ്റിയാൽ മതി എന്നായിരുന്നു. അപ്പൊ രാഹുൽ പറഞ്ഞു കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. അങ്ങനെയുള്ള കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ കൃഷ്ണേന്ദു എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ തുടക്കം ജോൺ ചേട്ടന്റെ കൂടെ തന്നെ. ജോൺ ചേട്ടനാണ് എന്നെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരാള്. അദ്ദേഹത്തിന്റെ സീൻ വായിക്കാതെ പോലും എന്റെ സീൻസ് വായിച്ചിട്ടാണ് നീ ഇങ്ങനെ ചെയ്താൽ മതി അത്ര ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളാണ്. അവരൊന്നും സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ എനിക്ക് ഇതിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ പഠിച്ചു വരുന്നുള്ളൂ, സ്റ്റിൽ എ ബിഗിനർ. പക്ഷെ ആ സമയത്തെന്ന് പറഞ്ഞാൽ ഒന്നും അറിയാത്ത ഒരു സ്റ്റേജിൽ ഇപ്പൊ കൃഷ്ണേന്ദുവായിട്ടാണെങ്കിൽ സീൻ ചെയ്യുമ്പോൾ കൃഷ്ണേന്ദു ആക്ച്വലി സിറ്റ്കോമും കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ക്യാമറ ഫ്രണ്ടിൽ അങ്ങനെ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ അന്നേരം കുറെ കാര്യങ്ങൾ എന്നെ പറഞ്ഞ് ഹെൽപ്പ് ചെയ്യാനും പിന്നെ കുറെ കാര്യത്തിൽ നമ്മളെ കംഫർട്ടബിൾ ആക്കാനും ഓക്കെ ആക്കാനും കുഴപ്പമില്ല. കാരണം ഞാൻ അത്രയും ടെൻസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇങ്ങനെ വിറച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഈ തൊണ്ടയിലെ വെള്ളമൊക്കെ വറ്റി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര ഞാൻ വിചാരിച്ചത് ഇപ്പൊ എല്ലാരും പറയല്ലേ ഓ സീരിയൽ അല്ലേ എന്നൊക്കെ പറയും. പക്ഷെ വിചാരിക്കണ പോലെ അല്ല. അത് ഈ ഓരോ ആക്ട് ചെയ്യുന്ന ആൾക്കാരും, അത് സീരിയൽ ആയിക്കോട്ടെ മൂവി ആയിക്കോട്ടെ, അതൊക്കെ അത്രയും ബ്ലെസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അത്രയും നമ്മൾ അത്ര റെസ്പെക്ട് ചെയ്യേണ്ട ആൾക്കാരാണ് എല്ലാരും. അത് ചെറിയ സീനോ വലിയ സീനോ എന്തോ ആയിക്കോട്ടെ. ഇപ്പൊ എന്റെ മനസ്സിലും അങ്ങനെ ഒരു അറിവില്ലായ്മയുടെ ഒരു ഭാഗമായിട്ട് എന്റെ മനസ്സിലുണ്ടായിരുന്നു സീരിയൽ അല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ അങ്ങനെയല്ല. ഒരു 10-35 പേര് ഫ്രണ്ടിൽ നിന്ന് പൈലറ്റ് ഷൂട്ടായിരുന്നു നമുക്ക്. ഈ ക്രെയിനിലൊക്കെ ക്യാമറ ഒക്കെ ഇങ്ങനെ ഇറങ്ങി വന്ന് ലൈറ്റും കാര്യങ്ങളും ഇത്രയും പേര് നമ്മളെ തന്നെ നോക്കി നിൽക്കുമ്പോ ഒരു കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ ബ്ലെസ്സിങ് ആണ്. ആ കംഫർട്ടബിൾ ആയിട്ട് നിൽക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ ബ്ലെസ്സിങ് ആണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഇപ്പോഴാണ് ആ കംഫർട്ടബിൾ ആയിട്ട് നിൽക്കാൻ പറ്റുക എന്നുള്ള സ്റ്റേജ് എത്തുന്നത്. ഇനി ആയിരിക്കണം എന്റെ ലേണിംഗ് ഒരു കർവ് വരുന്ന. ഇനി ആയിരിക്കണം എനിക്ക് പഠിക്കണം കാര്യങ്ങൾ. കാരണം അങ്ങനെ കംഫർട്ടബിൾ ആയാലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. നെർവസ് ആയിട്ട് നിൽക്കുന്ന ഒരാൾക്ക് ഒരിക്കലും അയാൾക്ക് തലേ വരുന്നത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ആ സമയത്ത് തുടക്കം കൃഷ്ണേന്ദു ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. തീർച്ചയായും. ഇപ്പൊ ഞാൻ മുമ്പോട്ട് കേൾക്കുന്ന പേരാണ് ജോൺ. നമുക്ക് ജോൺ ചേട്ടൻ ഒന്ന് വിളിക്കാൻ പറ്റുമോ ഇപ്പൊ?
ജോൺ ചേട്ടനെ വിളിച്ചേക്കൊന്ന് ചോദിക്കണം കുട്ടികൾ ഇപ്പൊ എങ്ങനെയുണ്ടെന്ന്, പഠിപ്പിച്ച പാഠങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടോ? ഒന്ന് വിളിക്കാവോ ജോൺ ചേട്ടൻ? തീർച്ചയായും തീർച്ചയായും. എന്നെ അറിയുമോ എന്ന്, ഞാൻ ജോൺ ചേട്ടനെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്, ഓർമ്മ ഉണ്ടാകുമോ എന്തോ? ആദ്യം ഞാൻ വിളിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട്, കാരണം ഇതെന്നാ വെച്ചാ എന്റെ ക്ലോസ് ഫ്രണ്ട്സ് ഒന്നും ഞങ്ങൾക്ക് നമ്മുടേതായ ചില എടുത്തിട്ട് എന്താ പറയുന്നത്? ഞാൻ ആദ്യം ഒന്നും ജോൺ ചേട്ടാ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടേ. പറഞ്ഞു. അതെ, നമ്മൾ ഇന്റർവ്യൂലാണ്. അപ്പൊ ജാങ്കോ സ്പേസ് ജോൺ ചേട്ടനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. ലൗഡ് സ്പീക്കർ ഇടുവാണേ. ഹലോ ജോൺ ചേട്ടാ, എന്നെ മനസ്സിലായോ? എന്നെ ഓർക്കുന്നില്ല, നമ്മളന്ന് ഇന്റർവ്യൂ ചെയ്തില്ലേ നമ്മൾ സീരിയലിന്റെ? യാ, സ്നേഹ. ഹായ് ചേട്ടാ, എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. രണ്ട് കുട്ടികൾ ഇവിടെ വന്നിരിപ്പുണ്ട്. അപ്പൊ ഞാൻ വന്നപ്പോ തൊട്ട് നമ്മുടെ രാഹുൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജോൺ ചേട്ടന്റെ പേരാണ്. ജോൺ ചേട്ടനാണ് പഠിപ്പിച്ചു കൊടുത്തത്. നമ്മുടെ രാഹുലും കൃഷ്ണേന്ദു, അർജുനും മീനും. അപ്പൊ ഇവിടെ വന്നിരിപ്പുണ്ട്. അപ്പൊ കഥകളും വിശേഷങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ എന്നോട് പറഞ്ഞു ജോൺ ചേട്ടനാണ് ഒരു മെന്ററായിട്ട് നിൽക്കുന്നത്, കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നത് ജോൺ ചേട്ടനൊക്കെ പറഞ്ഞു. അല്ലല്ല, അത് തെറ്റാണ്. ഇവരിപ്പോ ഈ കുട്ടികളിപ്പോ വളരെ വൈറലായിട്ടിരിക്കുകയാണ്. അതെല്ലാം പഠിപ്പിച്ചുകൊണ്ട് ഞാനാണ്. അതല്ല, അതൊന്നും ജോൺ ചേട്ടനല്ല പഠിപ്പിച്ചു തന്നത്. അല്ല, തുടക്കത്തിലേ പഠിപ്പിച്ച് എന്തൊക്കെയോ പഠിപ്പിച്ച് കൊടുത്തു പറഞ്ഞു. എന്താണെന്നൊന്നും എന്നോട് പറഞ്ഞില്ല. അങ്ങനെയൊന്നുമില്ല. രാഹുലും ഞങ്ങള് നല്ല ശരിക്കും എന്റെ പ്രധാന പോലെ ഞാൻ 50 എപ്പിസോഡ്സ് ഉണ്ടായിരുന്നല്ലോ കഥോട്. അപ്പൊ അതിനകത്ത് ശരിക്കും ഞങ്ങളൊരു ഭയങ്കര ഒരു ബോണ്ടിങ് ആയിരുന്നു. ഞാനും രാഹുലും നവനീതും മാലൂസും എല്ലാരും കൃഷ്ണേന്ദും എല്ലാരും ഞങ്ങളൊരു ഫാമിലി പോലെ ആയിരുന്നു ശരിക്കും. ഇപ്പൊ ഇവിടെ വന്നിരുന്ന് പറഞ്ഞു, അതായത് ഇവർ തമ്മിൽ ഭയങ്കര ഉടക്കായിരുന്നു ആദ്യമൊക്കെ, ഇപ്പോഴാണ് സെറ്റായെന്നൊക്കെ പറഞ്ഞു. രാഹുലും അതെ, അധികം മിണ്ടത്തില്ലായിരുന്നൊക്കെ പറഞ്ഞു. ഞങ്ങള് പക്ഷെ ഭയങ്കര ജെല്ലായിരുന്നു. ഞാൻ രാഹുലുമായിട്ടൊക്കെ ജെല്ലായിരുന്നു. അവന്റെ ഏറ്റവും ഞാൻ എന്റെ കരിയറില് കണ്ടിട്ടുള്ള ഇവനെ മാത്രം ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. ഇവൻ ആദ്യത്തെ ഒരു 3 മാസം അല്ല, ഒരു 3 months തന്നെ അല്ല, മൊത്തം ഞാൻ പോകുന്നവരെ ഇവൻ ഓരോ സീൻ കഴിയുമ്പോഴും ഈ കട്ടർ സ്റ്റാൻഡ് ഉണ്ടല്ലോ, നമ്മൾ ലൈറ്റ് കട്ട് ചെയ്യുന്നത്, അതിന്റെ തൊട്ട് സൈഡില് ഈ എല്ലാ സീനും നിന്ന് കണ്ടുകൊണ്ടിരുന്ന ഒരു ആളാണ്. അപ്പോ ശരിക്കും അവന്റെ ഒരു പെർഫോമൻസ് എല്ലാം ശരിക്കും ഇമ്പ്രൂവ് ചെയ്തത് ഭയങ്കരമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അവന്റെ ഒരു ഡെഡിക്കേഷൻ കൊണ്ടാണ്. ആ ഒരു സാധനം എനിക്ക് പറയണം, കാരണം ഞാൻ അങ്ങനെ വേറെ ആരും കണ്ടിട്ടില്ല. കാരണം സീരിയലൊക്കെ ഡയലോഗ് പറഞ്ഞു പോയിരിക്കുകയുള്ളൂ. പക്ഷെ അവൻ ശരിക്കും സ്ക്രിപ്റ്റ് പഠിച്ച് ശരിക്കും പ്രിപ്പയർ ചെയ്തവരാണ്. അതിനൊരു ഹ്യൂജ് റെസ്പെക്ട് ഉണ്ട് അവനോട്. എങ്ങനെയുണ്ട് ഇപ്പൊ സീരിയലൊക്കെ ചേട്ടനും കാണുന്നുണ്ടോ? എങ്ങനെയുണ്ട് ഇപ്പൊ നമ്മുടെ കൃഷ്ണേന്ദും രാഹുലൊക്കെ ഇവരുടെ ഇപ്പത്തെ പെർഫോമൻസ് ഒക്കെ? ഗംഭീരമാണ്. കാരണം ഇതിനകത്ത് ഇവരുടെ ഒരു ഫസ്റ്റ് മീറ്റ് സീനത്തെ ഇതൊക്കെ എനിക്ക് അയച്ചു തന്നു. കുറെ എന്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ അയച്ചു തന്നു. അപ്പൊ അത് മാത്രമല്ല, ഇവരുടെ അതിപ്പോ ഭയങ്കര തരംഗമായിരുന്നു. പിന്നല്ലേ ഇവിടെ വന്നിരിക്കുന്നത് തന്നെ അതിന്റെ ഒരു ഇതിലാണല്ലോ, വൈറലായി. അത് പക്ഷെ അതല്ല, ഇത് രാഹുലിന്റെ പെർഫോമൻസ് ഒന്നും പറയണ്ട, അടിപൊളി. രണ്ടുപേരും ഗംഭീരം അല്ലേ? ഗംഭീരമായിട്ട് ചെയ്യണ്ട രണ്ടുപേരും. ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും, രണ്ടുപേരും ഇങ്ങനെ നിപ്പുണ്ട്. സർപ്രൈസ് ആയിപ്പോയി പെട്ടെന്ന് ഇവനെന്നെ വിളിച്ചപ്പോഴേ. ഞാൻ പറഞ്ഞു ഞാൻ വിചാരിക്കുന്നത് അല്ല, ഞാൻ പറഞ്ഞു ജോൺ ചേട്ടനെ വിളിക്കും, നമുക്ക് നേരിട്ട് ചോദിക്കാം ഇപ്പൊ എങ്ങനെയുണ്ട്, കുട്ടികൾ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കാന്നൊക്കെ പറഞ്ഞു. കുട്ടികളെന്ന് പറയണ്ട, വലിയ ആൾക്കാരായല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ ബാക്കി വിശേഷങ്ങളൊക്കെ ഇവരോട് തന്നെ ചോദിക്കാം ചേട്ടാ. അപ്പൊ താങ്ക് യു സോ മച്ച് ചേട്ടാ, താങ്ക് യു. ഞാൻ ദേ കൊടുക്കാം, രാഹുലിനെ കൊടുക്കാം. ഓക്കെ രാഹുൽ ചേട്ടാ, അപ്പൊ വിളിക്കാം. ശരി കുട്ടികളെ. നന്ദിയുണ്ടെന്ന്. അയ്യോ, ജോൺ ചേട്ടൻ പറഞ്ഞ കേട്ടോ. ജോൺ ചേട്ടൻ പറഞ്ഞു, ജോൺ ചേട്ടൻ അത് മാത്രം കൈ ഒഴിഞ്ഞു കേട്ടോ, ഇതൊന്നും ഞാനല്ല പഠിപ്പിച്ചത്. ഓക്കെ.